3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട്. കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിപക്ഷ മെമ്പർമാർ. കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 95 ലക്ഷം രൂപ MLA ഫണ്ടും 1,50 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തിടുക്കപ്പെട്ടാണ് മന്ത്രി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ മഴ പെയ്തു തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് ഓഫീസിനകത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചോർന്നൊലിച്ച് വെള്ളം കെട്ടി നിൽക്കുകയാണെന്നും പ്രധാനപ്പെട്ട ഫയലുകളും ഫർണിച്ചറും ഉപകരണങ്ങളും നശിച്ചു പോകുകയാണെന്നും കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. ഇതുമൂലം ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാലും കുന്നംകുളം MLA AC മൊയ്തീനും ചേർന്ന് നടത്തിയ അഴിമതി തുറന്നുകാട്ടുന്നതാണ് നിലവിലെ അവസ്ഥയെന്ന് മെമ്പർമാർ പറഞ്ഞു. ഇന്ന് പഞ്ചായത്ത് കെട്ടിടത്തിനകത്തേക്ക് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം മഴ പെയ്താൽ കംപ്ലീറ്റ് വെള്ളം പഞ്ചായത്ത് ഓഫീസിനകത്ത് കെട്ടി നിൽക്കുകയും അതിനകത്തുള്ള ഫയലുകൾ നശിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഏകദേശം 95 ലക്ഷം രൂപ MLA ഫണ്ടും 1,80 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടും ഉപയോഗിച്ച് പണിത ഈ പഞ്ചായത്ത് കെട്ടിടം എങ്ങും എത്താത്ത രീതിയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ബസന്ത്ലാലിന്റെ നേതൃത്വത്തിൽ അതുപോലെ ഇന്നത്തെ ഇവിടുത്തെ MLA AC മൊയ്തീന്റെ ഒത്താശയോട് കൂടെ നടന്നിട്ടുള്ള വലിയൊരു അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കെട്ടിടം. പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കേണ്ട അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ്, തൊഴിലുറപ്പ് ഓഫീസ്, VEOമാരുടെ ഓഫീസ് എന്നിവ ഇപ്പോഴും പഴയ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർക്ക് AC അടക്കമുള്ള സൗകര്യവും ഇൻവെർട്ടർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ കറണ്ട് പോയാൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കാനുള്ള യാതൊരു സംവിധാനവും ഇവിടെയില്ല. മഴ പെയ്താൽ ചോർച്ചയും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുമാണുള്ളത്. വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനുള്ള സംവിധാനമില്ലെന്നും കോൺഗ്രസ് മെമ്പർമാർ കുറ്റപ്പെടുത്തി. അശാസ്ത്രീയ രീതിയിലുള്ള നിർമ്മാണമാണ് മുൻ LDF പഞ്ചായത്ത് ഭരണസമിതി നടത്തിയതെന്ന് ആരോപിച്ച് കോൺഗ്രസ് മെമ്പർമാർ ഓഫീസിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ചു. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും കോൺഗ്രസ് മെമ്പർമാരും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റും കരാറുകാരനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം കാണാനുള്ള നടപടിയുണ്ടാകുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ മീന ശലമോൻ, MV വിജീഷ്, MR സജിത, ആനി, ഷാജി വർഗീസ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി.